പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 12ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീവിയേഷൻ ഫ്രം മെൻഡാലിയൻ പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്? അതായത് വൺ അലീൽ ദറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദി അതർ അലീൽ. പക്ഷെ മെൻഡാലിയൻ പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു? മെൻ്റൽ ലോ അനുസരിച്ച് വൺ അലീൽ ഈസ് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദി അതർ അലീൽ. അതൊക്കെ നമ്മൾ എക്സാമ്പിൾ പഠിക്കുകയുണ്ടായി. ക്യാപിറ്റൽ ടി, സ്മാൾ ടി. അതായത് ഹെട്രോസൈഗസ് സ്റ്റേജിൽ ഒരു അലീൽ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആയിരിക്കും മെൻ്റലിൻ്റെ ലോ അനുസരിച്ച്. പക്ഷേ നോൺ മെൻഡാലിയൻ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എങ്ങനെയായിരുന്നു? വൺ അലീൽ ദറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദി അതർ അലീൽ. അതവിടെ നമ്മൾ എക്സാമ്പിൾ കാണുകയുണ്ടായി. ഹെട്രോസൈഗസ് സ്റ്റേജ്, ക്യാപിറ്റൽ ആർ, സ്മാൾ ആർ. അവിടെ എങ്ങനെയായിരുന്നു കളർ നമുക്ക് കിട്ടിയത്? ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ്. പിങ്ക് കളറാണ് നമുക്ക് കിട്ടിയത്. ഒരു റെഡ് ഫ്ലവർ പ്ലാന്റും വൈറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ് തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് F1 ജനറേഷൻ എങ്ങനെയായിരുന്നു? ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നോൺ മെൻഡാലിയൻ പ്രിൻസിപ്പിൾസിൽ പഠിക്കാനുള്ളത് കോഡോമിനൻസ് ആണ്. കോഡോമിനൻസ്. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ കോഡോമിനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ടു അലീൽസ് ആർ ഈക്വലി ഡോമിനൻ്റ് ആയിരിക്കും. അതായത് ഒരു ഹെട്രോസൈഗസ് സ്റ്റേജിൽ രണ്ട് അലീൽസും എങ്ങനെ പ്രകടിപ്പിക്കുന്നു? ഈക്വലായിട്ട് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആദ്യത്തേത് മെൻ്റലിൻ്റെ ലോ അനുസരിച്ച് വൺ അലീൽ ദറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദി അതർ അലീൽ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ വൺ അലീൽ ദറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദി അതർ അലീൽ. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ഡോമിനൻസിൽ എങ്ങനെയാണ്? കോഡോമിനൻസിൽ ടു അലീൽസ് ആർ ഈക്വലി ഡോമിനൻ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിവിടെ കോഡോമിനൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് F1 ജനറേഷൻ റിസംബിൾസ് ബോത്ത് ദി പേരൻസ്. ഒരു ഹെട്രോസൈഗസ് സ്റ്റേജിൽ F1 ജനറേഷൻ എങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് പേരൻസിനെയും പോലെ ഇരിക്കും കോഡോമിനൻസിൽ. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. ഒരു ഹൈബ്രിഡ് ആണല്ലോ നമുക്ക് F1 കിട്ടുന്നത്. അപ്പോഴാ F1 കിട്ടുന്ന അലീൽസും എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. അപ്പോൾ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ രണ്ട് അലീലും ഒരുപോലെ അവരുടെ സ്വഭാവങ്ങൾ കാണിക്കും, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കോഡോമിനൻസ്. അപ്പോൾ നിങ്ങൾക്ക് കോഡോമിനൻസിലെ എക്സാമ്പിളായി പഠിക്കാനുള്ളത് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ കോഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താണ്? It is the phenomenon in which both alleles of a gene are expressed in a hybrid. അതല്ലെങ്കിൽ it is the phenomenon in which F1 generation resembles both the parents. അപ്പോൾ F1 ജനറേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് എങ്ങനെ ഇരിക്കും? രണ്ട് പേരൻസിൻ്റെയും സ്വഭാവങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡോമിനൻസ്. എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അത് ABO ബ്ലഡ് ഗ്രൂപ്പിലെ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. The blood group is determined by the sugar polymers present on the plasma membrane of RBC and which is controlled by the gene I. അപ്പം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് അറിയുന്നത്, നിർണ്ണയിക്കപ്പെടുന്നത്? നമുക്കറിയാം RBCയെ കുറിച്ച്, എറിത്രോസൈറ്റ്സ്, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. അപ്പോൾ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ
ഇതിൽ എന്തോ കാണപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഷുഗർ കാണപ്പെടുമെന്നാണ് പറഞ്ഞത്. ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്, പ്രൊട്രൂഡ് ചെയ്തിരിക്കുകയാണ്, തള്ളി നിൽക്കുകയാണ്. ആ ഷുഗറിനെ അടിസ്ഥാനമാക്കിയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീനുമുണ്ട്. ആ ജീനിൻ്റെ പേരാണ് ക്യാപിറ്റൽ I. ദ ജീൻ I ഹാസ് 3 അലീൽസ്. I എന്ന് പറയുന്ന ജീന് എത്ര അലീൽസാണുള്ളത് നോക്കിക്കേ. ക്യാപിറ്റൽ IA, IB, പിന്നെ സ്മാൾ ലെറ്റർ ആണ് സ്മാൾ I. ഇങ്ങനെ 3 അലീൽസാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് 2ൽ കൂടുതൽ അലീൽസ് ഇതേപോലെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ അലീൽ എന്നാണ് പറയുന്നത്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഷുഗർ പോളിമേഴ്സ് പ്രസൻറ്റ് ഓൺ ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് RBC. നമ്മുടെ RBCയുടെ സർഫസിൽ എന്തോ കാണപ്പെടുന്നുണ്ട്? ഷുഗർ കാണപ്പെടുന്നു. ഷുഗർ എന്ന് പറയുന്നത് ഒരു ഷുഗർ ആയിരിക്കും, ഒരു തരം ഗ്ലൈക്കോ പ്രോട്ടീനാണ്, പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുകയാണ്, തള്ളി നിൽക്കുകയാണ്. അതിനെ ആ ഷുഗർ നിർമ്മിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ പേരാണ് I എന്ന് പറയും, ക്യാപിറ്റൽ I. അപ്പോൾ ആ ജീനിന് എത്ര അലീൽസാണുള്ളത്? 3 അലീൽസ്. ഏതൊക്കെയാണ്? IA, IB, പിന്നെ സ്മാൾ I. ഓർത്തിരിക്കുക ഈ 3 അലീൽസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. A ഗ്രൂപ്പ്, B, AB, O. റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡയഗ്രവും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തൊട്ട് താഴെ ആൻറ്റിബോഡീസ് ഇൻ പ്ലാസ്മ. അപ്പോൾ A ഗ്രൂപ്പിന് ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ എന്തോ കാണപ്പെടും? അതിൻ്റെ ആൻറ്റിബോഡി ഏതാണ്? A ബ്ലഡ് ഗ്രൂപ്പിൻ്റെ B ആണ്, ഓർത്തിരിക്കുക. അതുപോലെ B ഗ്രൂപ്പിന് ആൻറ്റിബോഡി പ്ലാസ്മയിൽ ഏതായിരിക്കും കാണപ്പെടുന്നത്? A ആണ്. AB ഗ്രൂപ്പിന് ആൻറ്റിബോഡി ഒന്നും തന്നെ ഇല്ല. പക്ഷേ O ഗ്രൂപ്പിന് Aയും Bയുമാണ് ആൻറ്റിബോഡീസ്. ഇനി ഓരോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ നിങ്ങൾ നോക്കിക്കേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. RBCയുടെ സർഫസിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന, തള്ളി നിൽക്കുന്ന, നിങ്ങൾക്ക് കാണാം പൊട്ടുപോലെ ചുറ്റും ആ പ്ലാസ്മ മെമ്പറയിൽ തൊട്ട് നിൽക്കുന്ന ആ ഘടകങ്ങളാണ് ആൻറ്റിജൻസ്. അപ്പോൾ A ഗ്രൂപ്പിൻ്റെ ആൻറ്റിജനാണ് ഏത്? A എന്ന് പറയുന്ന ഷുഗറാണ്, ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് A ഗ്രൂപ്പായത്. B ഗ്രൂപ്പിൻ്റെ ആൻറ്റിജനാണ് ഷുഗറാണ്, B എന്ന് പറയുന്നത്. അത് നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അതുപോലെ AB ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ Aയും Bയുമാണ്. O ഗ്രൂപ്പിന് ആൻറ്റിജൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നോക്കി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആൻറ്റിബോഡി കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്, ആൻറ്റിജൻ കാണപ്പെടുന്നത് RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ആണ്, പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന പ്രത്യേക ഘടകങ്ങളാണ്. ഷുഗറാണ്. ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുതരം ഗ്ലൈക്കോ പ്രോട്ടീൻസാണ്. നമ്മൾ കോഡോമിനൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആണ്. 3 അലീൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? IA, IB ആൻഡ് സ്മാൾ ലെറ്റർ I ആണ്. അപ്പോൾ ഓരോ പേരൻസിൻ്റെയും അലീലും അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ബ്ലഡ് ഗ്രൂപ്പും ഓഫ്സ്പ്രിങ്സിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ജീനോ ടൈപ്പും നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കുഞ്ഞിൻ്റെ, അതായത് ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോ ടൈപ്പ് IA ആണെങ്കിൽ ഒരു പേരൻറ്റിൻ്റെ അലീൽ IAയും മറ്റേ പേരൻറ്റിൻ്റേതും IAയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഏത് ഗ്രൂപ്പായിരിക്കും? A ആയിരിക്കും. ഇനി അതുപോലെ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിലോ, അതായത് ഹെട്രോസൈഗസ് സ്റ്റേജ് ആയിരിക്കും ജീനോ ടൈപ്പ് IA, IB. അതായത് ഒരു പേരൻറ്റിൻ്റേത് IAയും മറ്റേ പേരൻറ്റിൻ്റെ അലിയിൽ IBയും.
അപ്പോൾ ഇതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിലെ കോഡോമിനൻസ് എന്ന് പറയുന്നത് ഏതാണ്? AB ഗ്രൂപ്പാണ്. ഇവിടെ ഹെറ്ററോസൈഗസ് സ്റ്റേജ് ഏതാണ്? IA IB. പക്ഷേ IA എന്തോ അല്ല, ഹെറ്ററോസൈഗസ് അല്ല. IA IB പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷുഗേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് രണ്ടും എന്തോ ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഹെറ്ററോസൈഗസ് സ്റ്റേജിൽ രണ്ട് അലീലും ഒരുപോലെ അതിൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ കോഡോമിനൻസ്. അപ്പോൾ കോഡോമിനൻസിൽ എക്സാമ്പിൾ ഏതാണ്? ABO ബ്ലഡ് ഗ്രൂപ്പിലെ AB ഗ്രൂപ്പാണ് കോഡോമിനൻസിന് എക്സാമ്പിൾ. അടുത്ത ഓസ്പ്രിങ്സിൻ്റെ നോക്കിക്കേ നിങ്ങൾ, A ഗ്രൂപ്പാണ്. ജീനോടൈപ്പ് IA സ്മാൾ I ആണെന്നുണ്ടെങ്കിലും എന്താ മാറും? A ഗ്രൂപ്പായി മാറും. കാരണം എന്താണ്? IA അവിടെ ഡോമിനൻ്റ് ആണ്, മറ്റേത് റിസസീവാണ്. I കൊടുത്തിരിക്കുന്നത് മറ്റേ I റിസസീവാണ്. അപ്പോഴത് ഡോമിനൻസ് എന്ന് പറയുന്ന ലായാണ് ഫോളോ ചെയ്യുന്നത്. IA സ്മാൾ ലെറ്റർ I. അടുത്ത വീണ്ടും മറ്റേ പേരൻറ്റിൻ്റെ IB IA ആയിട്ടുള്ളത് IA IB കൊടുത്തിട്ടുണ്ട്. അത് AB ഗ്രൂപ്പാണ്, കോഡോമിനൻസിന് എക്സാമ്പിളാണ്. അതുപോലെ B ഗ്രൂപ്പിൻ്റെയും നമുക്ക് കാണാൻ കഴിയും. IB ജീനോടൈപ്പ് ആണെങ്കിലും B ഗ്രൂപ്പാണ്. IB സ്മാൾ ലെറ്റർ I ആണെങ്കിലും B ഗ്രൂപ്പാണ്. ഈ O ഗ്രൂപ്പ് നോക്കിയാലോ, ജീനോടൈപ്പ് ഓസ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? രണ്ടും റിസസീവ് ആയിരിക്കും. അതായത് സ്മാൾ I ആണ്, റിസസീവാണ്. അപ്പോൾ ഇവിടെ ഷുഗർ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് O ഗ്രൂപ്പാണ്. ഇപ്പോൾ രണ്ട് പേരൻസിൻ്റെയും അലീൽസ് സ്മാൾ I ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? ജീനോടൈപ്പ് ഓഫ് ഓസ്പ്രിങ്സ് സ്മാൾ I. അതായത് രണ്ട് അലീൽസും റിസസീവാണ്. ബ്ലഡ് ടൈപ്പ് ഓഫ് ഓസ്പ്രിങ്സ് ഏതാണ്? O ഗ്രൂപ്പായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നോക്കി നമുക്ക് ജീനോടൈപ്പ് ഏതാണെന്നും ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദി അലീൽസ് IA ആൻഡ് IB പ്രൊഡ്യൂസ് ഡിഫറൻറ്റ് ഷുഗേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടതാണ് എയും ബിയും ടൈപ്പ് ഷുഗേഴ്സ് RBCയുടെ പ്ലാസ്മ മെമ്പറൈനിലിരിക്കുന്നത്. അപ്പോൾ A ഗ്രൂപ്പിന് ആൻറ്റിജൻ A ആണ്, അത് A ടൈപ്പ് ഷുഗറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. B ആണെങ്കിൽ B ടൈപ്പ്. അങ്ങനെ ഡിഫറെൻറ്റ് ഷുഗേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, Aയും Bയും. വൈൽ ദി അലീൽ സ്മാൾ I, അതായത് റിസസീവ്, ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ. ഇപ്പോൾ സ്മാൾ I ആണെന്നുണ്ടെങ്കിൽ അത് റിസസീവാണ്, അത് ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഈച്ച് പേഴ്സൺ ഹാസ് എനി 2 ഓഫ് ദി 3 അലീൽസ്. ബോത്ത് IA ആൻഡ് IB ആർ ഡോമിനൻറ്റ് ഓവർ സ്മാൾ I. ദറ്റ് ഈസ് ഇഫ് IA ആൻഡ് I together present in a person, only IA express. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഹെറ്ററോസൈഗസ് സ്റ്റേജിൽ IAയും സ്മാൾ ലെറ്റർ Iയും കൂടെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഏതേ എക്സ്പ്രസ് ചെയ്യൂ? IA മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. IB സ്മാൾ ലെറ്റർ I ആണെങ്കിലോ IB ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, B ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഡോമിനൻസിനെ പ്രതിനിധാനം ചെയ്യുകയാണ്. ലാ ഓഫ് ഡോമിനൻസ് അനുസരിച്ചാണ് അത് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ബട്ട് വെൻ IA ആൻഡ് IB ആർ പ്രസൻറ്റ് ടുഗദർ, IAയും IBയും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്താൽ എന്തോ പറയാൻ പറ്റും? ബോത്ത് എക്സ്പ്രസ് ദെയർ ഓൺ ടൈപ്പ് ഓഫ് ഷുഗേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് കോഡോമിനൻസ്. അപ്പോൾ IAയും IBയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ രണ്ടും കൂടെ എക്സ്പ്രസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് എക്സ്പ്രസ് ദെയർ ഓൺ ടൈപ്പ് ഓഫ് ഷുഗേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് കോഡോമിനൻസ്. അതാണ് കോഡോമിനൻസ്. അപ്പോൾ കോഡോമിനൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പാണ്. അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? IA IB ആയിരിക്കും. ഓർമ്മയിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ കളർ മാറ്റി കൊടുത്തിരിക്കുന്നത്, റെഡ് കളറിൽ കൊടുത്തിരിക്കുകയാണ്. ഹെൻസ് റെഡ് ബ്ലഡ് സെൽസ് ഹാവ് ബോത്ത് A ആൻഡ് B ടൈപ്പ് ഓഫ് ഷുഗേഴ്സ്.
ഓർമ്മയിരിക്കണം, റെഡ് ബ്ലഡ് സെൽസിന് ഏതൊക്കെ ടൈപ്പ് ഷുഗർ ഉണ്ട്? എയും ബിയും ടൈപ്പ് ഓഫ് ഷുഗേഴ്സ് ആണ്. സിൻസ് ദർ ആർ 3 ഡിഫറൻറ്റ് അലീൽസ്, ദർ ആർ 6 ഡിഫറൻറ്റ് കോമ്പിനേഷൻസ്. അത് നമ്മൾ കഴിഞ്ഞ ചാർട്ടിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 3 അലീൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഐ, എ, ഐ, ബി, പിന്നെ സ്മാൾ ലെറ്റർ ഐ ആണ്. 3 ഡിഫറൻറ്റ് അലീൽസ്, ദർ ആർ 6, അങ്ങനെ അതനുസരിച്ച് എത്ര കോമ്പിനേഷൻ ഉണ്ടായി? ഡിഫറൻറ്റ് കോമ്പിനേഷൻസ്, 6 ഡിഫറൻറ്റ് കോമ്പിനേഷൻ ആൻഡ് എ ടോട്ടൽ ഓഫ് 6 ഡിഫറൻറ്റ് ജീനോടൈപ്പ്. അങ്ങനെ 6 ഡിഫറൻറ്റ് ജീനോടൈപ്പും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിലെ കോഡോമിനൻസിന് എക്സാമ്പിൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? AB ഗ്രൂപ്പാണ് അല്ലേ? കാരണം അതിൻ്റെ ജീനോടൈപ്പ് IA, IB ആണ്. കാരണം എന്താണ്? ബോത്ത് എക്സ്പ്രസ് ദെയർ ഓൺ ടൈപ്പ് ഓഫ് ഷുഗേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് കോഡോമിനൻസ്. അപ്പോൾ AB ഗ്രൂപ്പ് എന്തോ പ്രൊഡ്യൂസ് ചെയ്യും? 2 ടൈപ്സ് ഓഫ് ഷുഗേഴ്സ്, ദറ്റ് ഈസ് A ആൻഡ് B ടൈപ്പ് ഓഫ് ഷുഗേഴ്സ്. അതുകൊണ്ട് AB ഗ്രൂപ്പാണ് കോഡോമിനൻസിന് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ അലീൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത് അടുത്തതായി. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ ഈസ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലീലിസം. നേരത്തെ പറയുകയുണ്ടാകുക ജീൻ ഐ ഹാസ് 3 അലീൽസ്. ഏതൊക്കെയായിരുന്നു? IA, IB ആൻഡ് സ്മാൾ ലെറ്റർ I. അപ്പോൾ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓൺലി 2 അലീൽസ് ക്യാൻ ബി പ്രസൻറ്റ്. ഒരു വ്യക്തിയിൽ ജീനോടൈപ്പ് എത്രയേ കാണത്തുള്ളൂ? 2 അലീലേ കാണുകയുള്ളൂ. പക്ഷേ ABO ബ്ലഡ് ഗ്രൂപ്പിന് എത്ര അലീലുണ്ട്? മോർ ദാൻ 2 അലീൽസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും? മോർ ദാൻ 2 അലീൽസ് ഗവേണിംഗ് ദി സെയിം ക്യാരക്ടർ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീൽസ് ആൻഡ് ദി ഫിനോമിനൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീലിസം. അപ്പോൾ ഓർമ്മയിരിക്കുക. അപ്പോൾ സാധാരണ 2 അലീലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ക്യാപിറ്റൽ T, സ്മാൾ T നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ക്യാപിറ്റൽ R, സ്മാൾ R എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുകയുണ്ടായി. പക്ഷേ ABO ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ നമുക്ക് 3 അലീലാണ് കാണാൻ സാധിച്ചത്. I എന്ന് പറയുന്ന ജീനിന് 3 അലീൽ കാണാൻ സാധിച്ചു. അപ്പോൾ ആ പ്രതിഭാസത്തിനെ അങ്ങനെ കാണുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. ആ ഫിനോമിനൻ, ആ പ്രതിഭാസത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്പിൾ അലീലിസം. ഒന്നുകൂടെ പറയാം, മോർ ദാൻ 2 അലീൽസ് ഗവേണിംഗ് ദി സെയിം ക്യാരക്ടർ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീൽസ് ആൻഡ് ദി ഫിനോമിനൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീലിസം. ABO blood group in man is an excellent example for multiple allelism. Very important. കോഡോമിനൻസ് എന്താണെന്നും അതിന് എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പിലെ AB ഗ്രൂപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ മൾട്ടിപ്പിൾ അലീലിന് എക്സാമ്പിളും ABO ബ്ലഡ് ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി. ഇനി ഈ ഭാഗത്തു നിന്നും ചില പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകും. അതായത് പേരൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ തന്നിട്ട് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഓസ്പ്രിങ്സ്, കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ജീനോടൈപ്പ്, അതല്ലെങ്കിൽ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ട് അവരുടെ പേരൻസിൻ്റെ ജീനോടൈപ്പ്, അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതനുസരിച്ച് ചില പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവർ ആദ്യം കൊടുത്തിരിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ആൻഡ് മദർ ഈസ് A. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും, പേരൻസിൻ്റെയും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നു? A ഗ്രൂപ്പ് തന്നെയാണ്. വാട്ട് ആർ ദി പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ? അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള, അതായത് അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെ തരത്തിലുള്ളതാകാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 2 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. അവരുടെ കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകാം, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ജീനോടൈപ്പൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, ഒരു ടേബിളൊക്കെ വരച്ച് ഞാൻ തന്നിരുന്നു. A ഗ്രൂപ്പുകാരന് ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പുള്ള ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ അയാൾ A ആകാം. IA ആണെങ്കിലും A ഗ്രൂപ്പാണ്, I ആണെങ്കിലും എന്താകും? A ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ മാതാവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അവരുടെ ഗ്യാമേറ്റ്സ് നോക്കി,
അപ്പോൾ ഫാദറിൽ നിന്ന് 2 ടൈപ്പ് ഗ്യാമേറ്റ് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഏതേ ഉള്ളൂ? ഐ എ ഇവിടെ പ്രതിനിധിയായിട്ട് ഐ എ ഒരെണ്ണമുണ്ട്, സ്മാൾ ലെറ്റർ ഐ, അങ്ങനെ 2 ടൈപ്പ് ഗ്യാമേറ്റ്. ഇപ്പം മാതാവിൻ്റെതും അതുപോലെ തന്നെ ഐ എയും ഐയും സ്മാൾ ലെറ്റർ ഐ, അങ്ങനെ 2 തരത്തിലുള്ള ഗ്യാമേറ്റേ കാണുന്നുള്ളൂ. അപ്പോൾ 2 പേരുടെയും ഗ്യാമേറ്റുകൾ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം, ഏതൊക്കെ തരത്തിലുള്ള സന്തതികൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പിതാവിൻ്റെ ആ ഗ്യാമേറ്റ് നോക്കിക്കേ നിങ്ങൾ. ഐ ക്യാപിറ്റൽ എ, ഐ എ, അതും ഏതുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്? മാതാവിൻ്റെ ഐ എയുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ജീനോടൈപ്പ് കിട്ടും? ഐ എ കിട്ടും. അത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും. അതേ ഐ എ ഗ്യാമേറ്റിനെ നമുക്ക് മാതാവിൻ്റെ സ്മാൾ ലെറ്റർ ഐയുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ, അതും ഏത് തന്നെയായിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലേ? എ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എ ഗ്രൂപ്പേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഫാദറിൻ്റെ ഗ്യാമേറ്റ് നോക്കിക്കേ, സ്മാൾ ലെറ്റർ ഐ ആണ്. ആ ഗ്യാമേറ്റും മദറിൻ്റെ സ്മാൾ ലെറ്റർ ഐ ഉണ്ടോ? കാണാമല്ലോ നമുക്ക്. അത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്തോ കിട്ടും? സ്മാളായി കിട്ടും. അപ്പോൾ ആ കിട്ടുന്നത് ഒ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലേ? ഒ ഗ്രൂപ്പ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള സന്തതികൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? എ ഗ്രൂപ്പും ഒ ഗ്രൂപ്പും ആണ് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ജീനോടൈപ്പ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടാകാം? എ ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും അവരുടെ ജീനോടൈപ്പ് ഏതൊക്കെയാകാം? ഐ എ ആണെങ്കിലും എ ഗ്രൂപ്പ് ആകാം, എ സ്മാൾ ഐ ആണെങ്കിലും ഏത് ഗ്രൂപ്പാകും? എ ഗ്രൂപ്പാകും. പോസിബിലിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒ ഗ്രൂപ്പ് അതുപോലെ ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എ ഗ്രൂപ്പ് ആണ് പേരൻസിൻ്റേതെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കിക്കേ. ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ഈസ് എ ആൻഡ് മദർ ഈസ് ബി. അപ്പോൾ ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്, മദറിൻ്റേത് ബിയുമാണ്. വാട്ട് ആർ ദി പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ? അപ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള സന്തതികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിനെന്തോ വേണ്ടി നമ്മൾ ജീനോടൈപ്പ് കണ്ടുപിടിക്കണം. പോസിബിൾ ജീനോടൈപ്പ് ഓഫ് ഫാദർ. ഫാദറിന് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ മുമ്പിലത്തെ പ്രോബ്ലം ചെയ്ത് നമുക്ക് അറിയാം ജീനോടൈപ്പ് ഏതൊക്കെയാണ് ആകാം. ഐ എ ആണെങ്കിലും ഐ ആണെങ്കിലും. അതുപോലെ തന്നെ ജീനോടൈപ്പ് മദർ നോക്കി ഐ ബി ആണെങ്കിലും ഐ ആണെങ്കിലും ഏത് വരും? ബി ഗ്രൂപ്പാണ്. ഇനി അവരുടെ ഓരോരുത്തരെയും ഗ്യാമേറ്റ്സ് നിങ്ങൾ നോക്കിക്കേ. മദറിൻ്റെത് 2 ടൈപ്പ് ഗ്യാമേറ്റ് ഏതൊക്കെയാണ്? ഐ എയും ഐയും, സ്മാൾ ഐ. മദറിൻ്റേതോ ഗ്യാമേറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടാകാം? ഐ ബിയും സ്മാൾ ലെറ്റർ ഐയും ആണ് ഗ്യാമേറ്റുകൾ. ഇനി അത് ക്രോസ് ചെയ്ത് നോക്കിക്കേ. ഇത് പുന്നറ്റ് സ്ക്വയർ വരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കിക്കേ, ക്രോസ് ചെയ്തേക്കേ. അപ്പോൾ ആദ്യത്തെ പിതാവിൻ്റെ ഐ എയും മാതാവിൻ്റെ ഐ ബിയുമായിട്ട് ക്രോസ് ചെയ്താൽ ആദ്യം ഏതാ ഉണ്ടാകുന്ന ജീനോടൈപ്പ്? ഐ ബി. അപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? എ ബി ഗ്രൂപ്പ് ആയിരിക്കും. ഇനി പിതാവിൻ്റെ ഐ എയും മാതാവിൻ്റെ സ്മാൾ ലെറ്റർ ഐയുമായിട്ട് ക്രോസ് ചെയ്യുന്നു ഗ്യാമേറ്റ്. ഇവിടെ കാണാൻ കഴിയും എന്തോ ഏതാണ് ജീനോടൈപ്പ്? ഐ സ്മാൾ ലെറ്റർ ഐ ആണ്. അപ്പോൾ അവിടുത്തെ ഏത് ഗ്രൂപ്പാവും? എ ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകും. ഇനി പിതാവിൻ്റെ സ്മാൾ ലെറ്റർ ഐയുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു. റിസസീവ് ഐയുമായിട്ട് മാതാവിൻ്റെ ഗ്യാമേറ്റുകളെ ക്രോസ് ചെയ്യുകയാണ്. ഏതൊക്കെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സ്മാൾ ഐയും അതുപോലെ തന്നെ ഐ ബിയുമായിട്ട് ക്രോസ് ചെയ്തു. ഐ ബിയുമായിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ കിട്ടും? ഐ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. അത് ഏത് ഗ്രൂപ്പായിരിക്കും? ബി ഗ്രൂപ്പായിരിക്കും.
നമ്മൾ എന്തുകൊണ്ടാണ് ആദ്യം സ്മാൾ ലെറ്റർ ഐ എഴുതാതിരുന്നത്? ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ആദ്യം എഴുതത്തുള്ളൂ. അതുകൊണ്ടാണ് IBI എന്ന് കൊടുത്തിരിക്കുന്നത്. IBI, അത് ബി ഗ്രൂപ്പായിരിക്കും. ഇനി ആ സ്മാൾ ലെറ്റർ ഐയും മാതാവിൻ്റെ, അതായത് പിതാവിൻ്റെ സ്മാൾ ലെറ്റർ ഐയും മാതാവിൻ്റെ സ്മാൾ ലെറ്റർ ഐയും രണ്ട് റിസസീവാണ്. അത് രണ്ടും കൂടെ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും എന്തോ കിട്ടി? സ്മാൾ ലെറ്റർ ഐ കിട്ടി. അപ്പോഴത് ഏത് ഗ്രൂപ്പാകും? O ഗ്രൂപ്പാകും. അപ്പോൾ 4ഉം ക്രോസ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് അവർക്ക് കിട്ടി? AB, AB, O. അപ്പോൾ എല്ലാ ഗ്രൂപ്പും കിട്ടി. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോരുത്തരുടെയും ജീനോടൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ ആർ AB, O. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പുന്നറ്റ് സ്ക്വയർ വരച്ച് വേണമെങ്കിലും തയ്യാറാക്കാൻ കഴിയും. ഒരുപക്ഷെ ചിലപ്പോൾ എക്സാമിന് പുന്നറ്റ് സ്ക്വയർ വരച്ച് ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡിനായിട്ട് ഈ ഗ്യാമേറ്റുകൾ എഴുതിയാൽ മതി. IAI ഒരു സൈഡിനും IBI ഇപ്പുറത്തെ സൈഡിനും എഴുതി ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് താഴെ എഴുതിയാൽ മാത്രം മതിയാകും. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായി ഒരു പ്രോബ്ലം തരികയാണ്, ഒരു അസൈൻമെൻറ്റ്. ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ആൻഡ് മദർ ഈസ് O. വാട്ട് ആർ ദി പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ? നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ് ദി ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ആൻഡ് മദർ? എന്താണ്? രണ്ടുപേരുടെയും O ഗ്രൂപ്പാണ്. വാട്ട് ആർ ദി പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ? അപ്പോൾ അവരുടെ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയായിരിക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. അത് നിങ്ങളെ അസൈൻമെൻറ്റ് ബുക്കുണ്ടല്ലോ, ആ ബുക്കിനകത്ത് എഴുതി തയ്യാറാക്കണം. ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് കോഡോമിനൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത്. ഇപ്പോൾ കോഡോമിനൻസ് നിങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു? 2 അലീൽസ് ആർ ഈക്വലി ഡോമിനൻറ്റ്. രണ്ടുപേരും ഒരുപോലെ ഈക്വലായിട്ട് ഡോമിനേറ്റ് ചെയ്ത ഒരു പ്രതിഭാസമാണ് ഏതാ? ഈ പറയുന്ന കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെട്രോസൈഗസ് സ്റ്റേജിൽ ABO ബ്ലഡ് ഗ്രൂപ്പിൽ AB ഗ്രൂപ്പാണ് ഏത് കാണിക്കുന്നത്? കോഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം കാണിക്കുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ അലീല് പഠിച്ചു, മൾട്ടിപ്പിൾ അലീലീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനും എക്സാമ്പിൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ABO ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 3 അലീൽസാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ ക്യാരക്ടർ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പാണ്. ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതാണ് അവിടുത്തെ ക്യാരക്ടർ, സ്വഭാവം. ആ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഇവിടെ എത്ര പേരാണ്? ഒരു ജീനിൻ്റെ എത്ര അലീലാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്? 3 പേര്. അതുകൊണ്ടാണ് അതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. ആ ഫിനോമിനൻ, ആ പ്രതിഭാസത്തിനെ നമ്മളെന്തോ പഠിച്ചു? മൾട്ടിപ്പിൾ അലീലിസം. അപ്പോൾ ജീനോടൈപ്പ്, ഓരോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും പോസിബിൾ ജീനോടൈപ്പ് എയുടെയും ബിയുടെയും ഒയുടെയും ABയുടെയും ഒക്കെ ആ സാധ്യതയുള്ള ജീനോടൈപ്പ് ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം, കോൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിൽ വീണ്ടും RH ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനെ നെഗറ്റീവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പോസിറ്റീവും നെഗറ്റീവും എന്നൊക്കെ ഉള്ള രീതിയിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.